ബാംഗ്ലൂർ പഠിക്കാൻ പോയില്ലേ സുമതിയുടെ മോള്? അവളൊരുത്തന്നോട് ഒളിച്ചോടിയെന്ന്. ഇവനെ അറിയോന്നോ? ഈ ലോകത്ത് ഇവനെ പോലൊരു പരങ്ങാറ് വേറെ ഉണ്ടാവൂല. എനിക്ക് ഫുഡ് തന്ന് ജ്യൂസ് മേടിച്ചു തന്ന് എല്ലാം എന്നെ ഭയങ്കരമായിട്ട് നോക്കി. എനിക്ക് ഇങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് ചേട്ടൻ്റെ ബ്ലഡാണ് ഇപ്പം എൻ്റെ ശരീരത്ത് ഓടുന്നത്. ഈയിടെയായിട്ട് ഞാൻ ഷർട്ടിന്റെ ബട്ടൺ ഇല്ല. അത് ശരിയാണല്ലോ. എന്താ? എൻ്റെ ഹൃദയത്തിൽ മൊത്തം നീയാണ്. ഞാൻ ബട്ടൺ അടച്ചിട്ട് മോക്ക് ചൂടെടുക്കില്ല. അതെ, നമ്മളൊക്കെ കട്ടില് കിടന്നല്ലേ ഉറങ്ങാത്ത അല്ലേ? നിങ്ങളുണ്ടാക്കി ലീന വയ്ക്കാണ്. അതെന്തായിട്ടാ അവിടെ ഇങ്ങനെ ഇരുന്നുറങ്ങണത്? ചൂട്. അയ്യോ വെള്ളം. അയ്യോ ഇവിടെ തന്നെ അടച്ചിട്ട് അങ്ങോട്ട്. ഇവിടെ ആളില്ലേ? ഇതെവിടെയാണ് നീ ഇപ്പൊ? നിന്നെ കാണാൻ കിട്ടണുണ്ടാ? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല ഇപ്പൊ. ദൈവമേ, എന്റെ വീട്ടിൽ ജാരനാ, ലോക ഞരമ്പാണ് ഞാൻ. എന്റെ വീട്ടിൽ വേറെ ഞരമ്പാ. ഇപ്പൊ നീ ഇല്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. ഞാനടി കിഴങ്ങനടി ഞാൻ. ഇവിടെ ഒരുത്തമുണ്ട് രാജേഷ്. ഭർത്താവെന്നും പറഞ്ഞ് കൊണ്ടു കിടക്കാനേ പറ്റും. ഒരു സ്ത്രീക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നിനക്കറിയാം. ഞാൻ ഒരു നനകിഴങ്ങായി പോയല്ലേ ഞാൻ. പക്ഷെ അങ്ങേർക്ക് എന്നെ കൊണ്ട് നീ അയ്യോ, നിനക്ക് ഞാൻ ഒരു ചക്കര ഉമ്മ തരട്ടെ. എറിഞ്ഞു കൊള്ളൂടാ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റൂല. എനിക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റൂല. റെഡി? എന്താ ഗ്യാസ് ആയിരുന്നു. എന്താ ചുമ്മാ. എന്താ ഈ വെട്ടെത്തിയിട്ട്? അല്ല, ഇപ്പം ഗ്യാസ് ഇല്ലല്ലോ. അല്ല, വിറക് വെട്ടാനാ, തേങ്ങ വെട്ടാനാ. അപ്പോഴാണ് അറിഞ്ഞ ഇവിടെ ഒരു തേങ്ങ ഇല്ലെന്ന്. കറങ്ങാൻ പോയാലോ നമുക്ക്? ഇപ്പോഴാ? ഓ, ഞാൻ ഡ്രസ്സ് മാറട്ടെ. ചോദിച്ചോ, വാ. എങ്ങനെയുണ്ട്? ഇന്നൊന്നല്ലേ, വേറെ കോമഡി ഉണ്ട്. ഞാൻ ശരിക്കും കോമഡി വരും, പക്ഷെ മറന്നുപോയി. അയ്യോ, എന്തോന്നിട്ട് ആലോചിക്കണേ? ഞാൻ അതല്ലടി ആലോചിക്കണ. ഈ ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാലേ ഈ കരയേണ്ടി വരുമെന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ട് നിൽക്കുകയല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെ കരയും? ഇടി അങ്ങനെയല്ല പറഞ്ഞ. പണ്ടുള്ള അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വിഷമിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നിങ്ങൾ കൂട്ടുകാരോട് പോയപ്പോ ഭയങ്കരമായിട്ട് ചിരിച്ചില്ലേ? അപ്പോൾ പറഞ്ഞ ഇങ്ങനെ സന്തോഷിക്കല്ലേ കാര്യം? അമ്മമാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലടി. ഇത് നീ എന്റെ അടുത്ത് ചാടി കുടിക്കേണ്ട കാര്യമല്ല. ഞാൻ പണ്ടുള്ളവർ പറഞ്ഞത് ഇപ്പൊ തന്നെ നേരത്തെ ഗണിച്ചാൽ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കല്യാണത്തിന് ഫ്രണ്ടിൽ നിങ്ങളെ മാമൻ വന്നിരുന്ന് ചിരിച്ചാ അങ്ങനെ കഞ്ചാവടി. അങ്ങനെ ഇപ്പൊ എപ്പോഴും ചിരിച്ചോണ്ടേയിരിക്കുള്ളൂ. ഇതിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു പോയി, പണ്ട് ഇങ്ങനെയാണ് ഒരുപാട്. ഇങ്ങനെ ഞാൻ ചിരിക്കുമ്പോ മാത്രം കരയും. അല്ലെങ്കിൽ എനിക്ക് ചിരിച്ചുകൂടല്ല. നിങ്ങളോട് വന്നാൽ എപ്പോഴും ഇത് തന്നെ കരച്ചില്ല. ഒരു മിനിറ്റും ഇല്ല. നിങ്ങൾക്ക് വീട്ടിൽ ഇരിക്കുമ്പോ ഇതൊന്നും തോന്നൂലല്ലേ? എന്റെ കൂടെ എവിടെയെങ്കിലും ഇറങ്ങുമ്പോ ഒന്നിന് പോണം, രണ്ടിന് പോണം. ഇതിപ്പോ തോന്നുമ്പോഴല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. തോന്നുമ്പോ നീ വരട്ടി മുള്ളാൻ പറ്റണ എനിക്ക്. എന്തോന്നു? നിങ്ങക്ക് മുള്ളാൻ പോണെന്നല്ലേ പറഞ്ഞു? പിന്നെ ഇതിലാരും നോക്കണതിന്? എനിക്കൊരു പ്രൈവസി ഇല്ലല്ലോ. എനിക്കൊരു ഫോൺ കോൾ വന്നാൽ എടുക്കണ്ടേ? എന്തൊരു സംശയം. പോയി മുള്ളു പോ. ഹലോ, എടി ഗീതു. പറയേച്ചി. നീ അറിഞ്ഞാ നമ്മള് ബാംഗ്ലൂർ പഠിക്കാൻ പോയില്ലേ സുമതിയുടെ മോള്? അവളൊരുത്തന്നോട് ഒളിച്ചോടിയെന്ന്. അയ്യോ, പോയാ? നിന്റെ ഭർത്താവ് അവിടെ ഉണ്ടാ? അല്ല, സാധാരണ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുമ്പോ നിന്റെ ഭർത്താവിനാണ് ഇവിടെ എല്ലാരും പറയണത്. അയ്യോ, നിങ്ങളെ ഭർത്താവ് അവിടെ ഉണ്ടാന്ന് പോയി നോക്ക്. എന്റെ ഭർത്താവ് അങ്ങനെയൊന്നും പോകൂല കേട്ടാ. നിനക്ക് എന്തിന്റെ വീടാണ്? നീ എന്റെ ജീവിതവും തകർത്ത്. നീ എവിടെയോ കിടക്കണം, അവരുടെ ജീവിതം തകർത്ത് നിനക്ക് എന്ത് കിട്ടാനാണ്? ഇങ്ങനെ പറയുമ്പോൾ മനസ്സൊക്കെ അറിഞ്ഞൂടെ ചേട്ടാ? കഷ്ടപ്പെട്ട ജീവിതങ്ങൾ തന്നെ. അയ്യോ, മുള്ളാനെന്നും പറഞ്ഞു പോയി. നേരെ വിശ്വസിക്കാൻ പറ്റൂല. നീ ആ പെണ്ണിനെ വിളിച്ചോണ്ട് അതിൽ പോയാന്തോ? ചേട്ടാ, ഗീതു. നീയാ? നിന്റെ അടുത്ത് മിണ്ടൂലേ? നീ കല്യാണത്തിന് വന്നോ? എടി അത് പിന്നെ ഇതവനല്ലേ? ആര്? ആ കാട്ടുകോഴി രാജേഷ്. നിനക്കറിയോ? ഇവനെ അറിയോന്നോ? ഈ ലോകത്ത് ഇവനെ പോലൊരു പരങ്ങാറ് വേറെ ഉണ്ടാവൂല.
ആടി കണ്ടോ അവിടെ കിടന്ന് കറങ്ങുന്ന കറക്കം കണ്ടോ അവിടെ ഏതോ ആന്റിമാരൊന്ന് കുളിക്കുന്നുണ്ടാവും ഇപ്പൊ ആന്റിമാരെ പറയുന്ന അറിവ്. നീ പറഞ്ഞത് അവനെ തന്നെ. എടി ആ പശു നോക്കിയ തലയുള്ള ആ ചുവന്ന ടീഷർട്ട് ഇല്ലേ അവൻ തന്നെ കണ്ടോ നിന്ന് കറങ്ങുന്ന കറക്കം കണ്ടോ. എടി നീ സൂക്ഷിച്ചു നോക്ക്, അവനെ ആടി അവൻ തന്നെ. ഈ ഇടയ്ക്ക് കല്യാണം എന്തോ ആയെന്നൊക്കെ പറയുന്നതായിട്ട്. ഏത് പാവപ്പെട്ടവളാണോ ആവോ. ഈ പണ്ടുള്ളവര് പറഞ്ഞില്ലേ 1000 മൊഴിക്ക് അരക്കാടാന്ന്. അരക്കാടെ? ആ അവ അരക്കാടേം വേണ്ട, അത് അവൻ അത്രയും തന്നെ ധാരാളമാണ്. അത്രയ്ക്ക് വൃത്തിയായിട്ടവനാ. വീട്ടിൽ കയറ്റം കൊള്ളൂല. വീടിന്റെ അകത്തല്ല, വീടിന്റെ പരിസരത്ത് പോലും അടുപ്പിക്കാൻ കൊള്ളാത്ത ഐറ്റമാ. ആടി കുറെ നാൾ എന്റെ പിന്നാലെ കുറെ നടന്ന് ശല്യം ചെയ്താ. ഞാൻ പിന്നെ എന്റെ വീട്ടുകാരിലെ ചേട്ടന്മാരോട് പറഞ്ഞു കുറെ തല്ലി കിട്ടി പാവം. അതിനുശേഷം എന്റെ പിന്നാലെ വന്നിട്ടില്ല. ദേ ഇങ്ങോട്ട് വരുന്നുണ്ടടി. ഞാൻ പറഞ്ഞില്ലേ പെണ്ണിനെ കണ്ട് അവിടെ വരുമെന്ന്. ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ടല്ലേ. നിന്നെ വളയ്ക്കാനാണെന്നാ തോന്നണേ. അയ്യോ സഹോദരി, ഇതാണ് ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ച കൊച്ച് ഗീതു. എന്റെ കല്യാണം കഴിഞ്ഞല്ലേ? അതെ അതെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ചുവപ്പല്ല പച്ച പച്ച ഷർട്ടാണ്. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്ക്. ഹാപ്പി മാരേജ് എന്റെ അടുത്ത് പറയില്ലേ? പറഞ്ഞിട്ടുണ്ട് കിട്ടിക്കൾ. പാവം സഹോദരി പോലെയാണ്. അവളെന്തോന്ന് പറഞ്ഞ? ആ സഹോദരി എന്തോന്ന് പറഞ്ഞ? എന്തോന്ന് പറഞ്ഞോന്നോ? എന്തോന്ന് താഴെ വീണ? അയ്യോ ദൈവമേ. നല്ല ഉപ്പുറ്റിക്കാട് കുത്തിച്ചാട് മതിയളിയാ. ഇല്ലല്ല നെറുകത്തല കയറിയത് താഴെ ഇറങ്ങണമെങ്കിൽ ഇനി 2 ചാട്ടം കൊടുക്കാം. ഉഗ്രൻ ചവിട്ടായിരുന്നു. ഉഗ്രൻ ചവിട്ടാണ്. അവള് വളരെ വേണ്ട. സംശയമുണ്ട് അളിയാ, സംശയമുണ്ട് സത്യം. എടാ ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് അവളോടെ ജീവിക്കണ്ട അളിയാ ലാലു. എനിക്ക് അവളോട് ഡിവേഴ്സ് ചെയ്യണം. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാം നിന്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ എന്ത് ചെയ്ത്? എടാ അവള് പാവമാണ്, നീയാണ് തെറ്റുകാരൻ. ആരവളാ? എന്റെ പെണ്ണും പിള്ള. പിന്നെ അതെ ഞാൻ ഒന്നും എടാ, പറയാം. ഞാൻ എത്ര ദിവസം നിന്റെ വീട്ടിൽ വന്നേക്കുന്നത്, അവൾ എനിക്ക് ചായയും മിച്ചറൊക്കെ ഇട്ട് തന്നേക്കുന്നത്. അത് അവളെ അഭിനയോടാ അവളാ. അല്ല നിന്റെ തോന്നലാണ്. തോന്നല് കോപ്പ്. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നിന്റെ മൊബൈലിൽ എത്ര പെണ്ണുങ്ങളെ നമ്പർ ഉണ്ടെന്ന് അറിയാമോ? അതിൽ വഴുതി പോണ ഒരു നമ്പറെങ്കിലും നീ എനിക്ക് തന്നാടാ നീ. നീ പോളിയാ. എന്നിട്ട് അവളെ കുറ്റം പറയണ പാവപ്പെട്ട പെണ്ണ്. ആര് വിളിക്കണ ഈ സമയത്ത്? ആര് വിളിക്കണ ഇത്? അവള് വിളിക്കണ, ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. എടുക്കല്ലേ. സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഹലോ ഹലോ ഹലോ. ഓ ആ വൃത്തിയായിട്ട ലാലുവിന്റെ അടുത്തായിരിക്കും, അതായിരിക്കും സംസാരിക്കാത്തത്. അവന്റെ കൂടെ എന്ന് കൂട്ടുകൂടി അന്ന് നിങ്ങൾ നശിച്ചു. ഓ അവൻ നമ്മുടെ വീട്ടിൽ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത്? അവൻ വരണത് എനിക്ക് ഇഷ്ടമല്ല. അവൻ വീട്ടിൽ കയറി വന്നിട്ട് അവന് ചായ വേണം, മിച്ചർ വേണം. ഇനി അവൻ മിച്ചർ എടുക്കാൻ വന്ന് അവൻ്റെ വായിൽ ഞാൻ പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കും നോക്കൂ. അവൻ്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. നിങ്ങൾക്കുള്ളത് ഞാൻ ഇങ്ങ് വീട്ടിൽ വന്നിട്ട് തരാം. ഇങ്ങ് വാ. മതിയായല്ല? അപ്പൊ നിനക്ക് ചായ മിച്ചരൊക്കെ തന്ന കാര്യം മതിയായല്ല? ഡിവൈസ് ചെയ്യണോളിയാ. അവളെ കൊല്ലണം. അത് തന്നെ. എന്തൊരു പെണ്ണടാ അവള്. ആ ഞാനാണ് തന്നെ ഇല്ലാതാക്കണത്. സത്യം. ഞാൻ എന്തൊരു തീറ്റയും കൂടി ഇല്ലാത്ത വീട്ടിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ മനസ്സിലായല്ല? അവൾ ബാക്കി എല്ലാവരും മുമ്പ് ഡീസൻ്റ് ആണ്. നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് അവളെ മുമ്പ് പഴയ എൻ്റെ വെയിറ്റ് ഒന്ന് പിടിക്കണം. എന്ത് ചെയ്യല്ലേ? വീട്ടിൽ കയറാൻ പറ്റൂല, അല്ലെങ്കിൽ അവൾ ഇപ്പം ഇവിടെ ഇടിച്ചോളൂ. ഇനി അടുത്ത മുഖത്തിരിക്കുവോള്. ഐഡിയ അല്ലേ? നോക്കട്ടെ, നാളെ കിട്ടും. കിട്ടിയാ? കിട്ടിയാ? എന്താ എന്തോ രാവിലെ തിന്ന ചൂര നിന്റെ മുള്ള ഐഡിയ കിട്ടിയാന്ന്. ഐഡിയ ഞാൻ പറഞ്ഞുതരാം, നീ പിടയ്ക്കാതെ. ഐഡിയ എന്ന് പറയുന്നത് ഐഡിയ ഉണ്ട്. എന്താണ്? എടാ ഒരു പെണ്ണിൻ്റെ അടുത്ത് വേറൊരു പെണ്ണ് വന്ന് അവളുടെ ഭർത്താവിനെ പറ്റി പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യ അതോടെ വീഴും. ശരിയാണ്. വേറൊരു പെണ്ണ് എന്റെ ഭാര്യയുടെ അടുത്ത് എന്നെ പൊക്കി പറയുമ്പോ എനിക്ക് വീട്ടിലൊരു വില കിട്ടും. വിലയുണ്ടാവും. സത്യം എപ്പോഴാണ്ടോ എന്നെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായത്. ഇതിനൊക്കെ ചെലവുണ്ട് 10-15 രൂപ. എന്തിനി? പിന്നെ ഓസനെ കൊണ്ട് തരാടാ ഞാൻ ഐഡിയ. 15 രൂപ നീ പെണ്ണിന് ഇറങ്ങൂ? ഞാൻ പെണ്ണിനെ ഇറക്കാം. ഉറപ്പാണോ? ഉറപ്പാണ്. അളെ 15 രൂപ ഞാൻ ഇന്ന് നിന്റെ അക്കൗണ്ട് കിട്ടി തരും. വിറ്റ് തരണം നീ. ഉറപ്പായിട്ടും. വാൽപ്പിക്കണ പരിപാടി കാണിക്കരുത്. ഇല്ല, എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ കയറിയാൽ മതി. അപ്പൊ നാളെ നീ ഒന്നും കൊണ്ട് പേടിക്കാം. നാളെ ഒരു 8:30 മണിയാകുമ്പോ നിന്റെ വീട്ടിൽ പെണ്ണ് വരും. എന്നെ പൊക്കി പറഞ്ഞിരിക്കും. പൊക്കി പറഞ്ഞിരിക്കുള്ളൂ. നീ എന്നെ ഒന്ന് വീട് ഒരാൾക്ക്. എന്റെ പട്ടി വരും. അടുത്ത പടം അങ്ങോട്ട് പറഞ്ഞാളിയാ നാളെ പെണ്ണിനെ കൊണ്ട് വരാടാ. അവളല്ലെങ്കിൽ അവളെ തള്ളയെങ്കിലും ഞാൻ കൊണ്ടുവരും. എൻ്റെ ദൈവമേ, ഇനി അത് മാത്രമേ ഉള്ളൂ പ്രതീക്ഷ.
ഗീതുവല്ലേ രാജേഷിന്റെ വീട്? ആ ഇത് തന്നെ പറഞ്ഞു നിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു. ഇങ്ങനെ കാരണം എനിക്ക് വീട്ടിൽ ഇരിക്കാൻ വയ്യ. ഡെയിലി ഒരു 10 പെൺകുട്ടികളെങ്കിലും പരാതി കൊണ്ട് വരും ഇങ്ങോട്ട്. അയ്യോ ഞാൻ ഞാൻ പ്രശ്നം പറയാൻ വന്നല്ല. അല്ലേ? അല്ല, ഞാൻ രാജേഷിനെ കണ്ട് നന്ദി പറയാൻ വന്ന മാഡം. നന്ദി പറയാനാ എന്റെ രാജേഷേട്ടനെ? അയ്യോ വീട് മാറി. നിങ്ങൾ പറയുന്ന രാജേഷ് ഇതായിരിക്കൂല. രണ്ട് മാവ് എടി ഇല്ല, വീടൊന്നും മാറിയിട്ടില്ല. ഇത് തന്നെ എടുത്ത് പറഞ്ഞ രാജേഷിന്റെ വീട്. ഇത് തന്നെ പേര് ഗീതു അല്ലേ? ഇത് തന്നെ എനിക്ക് നന്ദി പറയാൻ വേണ്ടി വന്നേണ്. വേറൊന്നും അല്ലടോ. കഴിഞ്ഞ 1 മാസത്തിന് മുമ്പേ എനിക്ക് ഒരിടത്ത് ജോലി ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടില് ഈ ഇവിടുത്തെ വെയിലറിയാലോ, വെയിൽ കാരണം മനുഷ്യന് പയ്യ കുട പോലും ഇല്ലായിരുന്നു. തല ഇറങ്ങിയ റോട്ടി വീണ സമയത്ത് കുറേ നാട്ടുകാരെ കൊണ്ടായിരുന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല. ആ സമയത്ത് നിന്റെ രാജേഷ് എന്നാണ് എന്നെ വന്ന് രക്ഷിച്ചത്. നല്ല തങ്കം പോലെ ഒരു മനുഷ്യൻ. സത്യം പറയട്ടെ, എന്നെ ആ സമയത്ത് 2 കൈ കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുത്ത് നേരെ എന്നെ കോഴിക്കോടുള്ള ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. ട്രിവാൻഡ്രത്തെ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലല്ലേ തല ഇറങ്ങി വീണത്? ജനറൽ ഹോസ്പിറ്റൽ ഫ്രണ്ടില്. ജനറൽ അയ്യോ അല്ല അല്ല, അവിടെ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ട് കോഴിക്കോട് കൊണ്ടു. അവിടെ തിരക്കായതുകൊണ്ട് നേരെ കോഴിക്കോട് കൊണ്ടുപോയി. കോഴിക്കോട് പോയപ്പോൾ ഡോക്ടേഴ്സിന്റെ സമരമായിരുന്നു. അവിടെ നേരെ എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. നേഴ്സുമാർ അന്ന് ലീവായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് നേരെ റൂം എടുത്ത് എനിക്ക് ഫുഡ് തന്ന് ജ്യൂസ് മേടിച്ച് തന്ന് എല്ലാം എന്നെ ഭയങ്കരമായിട്ട് നോക്കി. എനിക്ക് ഇങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് ചേട്ടൻ്റെ ബ്ലഡാണ് ഇപ്പം എൻ്റെ ശരീരത്തിൽ ഓടുന്നത്. റൂം എടുത്ത് ബ്ലഡ് കയറ്റി എനിക്ക്. ചേട്ടനെ കണ്ടെനിക്ക് നന്ദി പറയണം. സത്യം പറഞ്ഞു ഇവിടെ വന്നത്. എന്റെ രാജേട്ടനാ? നിന്റെ രാജേട്ടൻ. പക്ഷെ ഇവിടുത്തെ നാട്ടുകാരും ഇങ്ങനെയൊന്നും അല്ല പറയണത്. അയ്യോ, ഇവിടുത്തെ നാട്ടുകാരെ നീ വിശ്വസിക്കില്ല. തൊട്ടപ്പുറത്ത് ആ വീട്ടിലെ അമ്മച്ചി അറിയൂ? ആ അമ്മച്ചിയുടെ മോനെ പറ്റിയുണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞ കേൾക്കണം. ഇത് തന്നെ ഇപ്പുറം അപ്പുറം ഇല്ല. പരദൂഷണം പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നിന്റെ ഭർത്താവാണ് തങ്കമ്പൊത്തൊരു ഭർത്താവാണ്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോ എന്റെ കൂടെ പഠിച്ചിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് വീട് മാറിയെന്ന്? എന്റെ രാജേഷേട്ടന്റെ കാര്യമല്ല ഈ പറയണത്. എന്റെ രാജേഷേട്ടനെ അല്ല നിങ്ങൾ അന്വേഷിച്ചു വന്നാ. എന്റെ രാജേഷേട്ടൻ കോളേജിൽ പോയിട്ടില്ല. ഞാൻ അപ്പഴേ പറഞ്ഞു. കോളേജല്ല, കോളേജിന്റെ ഫ്രണ്ട് ക്യാൻറ്റീൻ ചായ കുടിച്ചോണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ കോളേജ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്ക് ചേട്ടൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ബുക്കൊക്കെ വെച്ച് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് ചേട്ടൻ. അപ്പം ചേട്ടൻ പക്ഷെ തിരിഞ്ഞു പോലും നോക്കൂല. എന്നറിയോ, മൈൻഡ് പോലും ചെയ്യൂല. അങ്ങനെ എത്ര പെമ്പിള്ളേരെന്നറിയോ ഒരുങ്ങി ചന്തത്തോടെ വന്നിങ്ങനെ നിൽക്കും ചേട്ടൻ ഫ്രണ്ടിൽ. ചേട്ടൻ മൈൻഡ് പോലും ചെയ്യൂല. ഞങ്ങളറിയോ മൈൻഡ് പോലും ചെയ്യൂല. ചേട്ടൻ ഒരു ദിവസം ചേട്ടൻ ഞങ്ങൾ സംസാരിക്കുമ്പോൾ കൊണ്ട് പോയി. അപ്പോൾ ചേട്ടൻ പറഞ്ഞ എന്താണെന്നറിയോ, പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കാൻ പോണു, എൻ്റെ പെണ്ണിൻ്റെ പേര് ഗീതു എന്നാണെന്ന്. അവിടെ തീർന്നു ഞങ്ങൾ. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നേ, ഗീതു അല്ലേ, കൂട്ടുകാരുടെ പേര് നീതു എന്നായിരുന്നു. അവൾക്കാണെങ്കിൽ ചേട്ടൻ മുട്ടാൻ ക്രഷായിരുന്നു. അനിയത്തിന്ന് വിളിച്ചതോടെ ക്രഷ് അങ്ങ് പോയി അവളുടെ. ചേട്ടൻ അത്ര തങ്കം പോലത്തെ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാ ഈ നാട്ടുകാരെല്ലാം പറഞ്ഞ എന്റെ ചേട്ടനെ ഞാൻ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ ചേട്ടനെ വിളിക്കട്ടെ? വിളിക്ക്. ചേട്ടത് കണ്ടെങ്കിൽ നന്ദി പറഞ്ഞു. എനിക്ക് ഒന്ന് പോണം. ബസ് പോയി 5 മണിക്ക്. ചേട്ടാ 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 രാജേഷ് ഒരു മിനിറ്റ്. ആരെ ഈ സമയത്ത്? എടാ ലാലു, ഞാൻ ഇവിടെ വന്ന് നീ പറഞ്ഞതൊക്കെ എന്നെ നല്ല രീതിയിൽ പൊക്കിയായിട്ട് ചോദിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പെണ്ണ് മിക്കവാറും ഇന്ന് ആ പയ്യനെ കൊണ്ട് ഹണിമൂൺ പോണ രീതിയിലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. എല്ലാം സെറ്റാണ്. നീ പറഞ്ഞാൽ മറ്റേ മരവ് മാവ് അതൊക്കെ ഉള്ള വീട്ടില്ലേ, അത് തന്നെ ഇടയിൽ ചെറുക്ക മണി 5 ആവാൻ പോകണം. എൻ്റെ അക്കൗണ്ടിൽ നീ പറയുന്ന പൈസ എനിക്ക് കിട്ടില്ലെങ്കിൽ പിന്നെ പോണോ അറിയാമല്ലോ, കച്ച കൂതറയാവും ഞാൻ. ഞാൻ പൊക്കിയടിച്ച് എന്നെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നം ഒരു സംശയം തോന്നിയില്ലാന്ന് ഇല്ല. ശരി, ഇട്ടേക്കുന്ന അക്കൗണ്ടിൽ പൈസ മറക്കല്ലേ. ഇതേടി കറക്റ്റ് 8:30 മണിയായപ്പോൾ തന്നെ നീ എന്നെ വിളിച്ചത് എന്ത് പെട്ടെന്ന് സ്നേഹം കൂടിയാ? ഈ നാട്ടുകാരൊക്കെ പറയുമ്പോഴേ എനിക്ക് ഓരോന്നും തോന്നി. ചേട്ടൻ്റെ അടുത്ത് എപ്പോഴും ദേഷ്യം വഴക്കൊക്കെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ നന്മ എന്നെങ്കിലും ഒരിക്കൽ മിക്കവാറും ഇന്ന് എന്നെ നീ തിരിച്ചറിയും. ഇന്ന് അവള് പറഞ്ഞപ്പോഴാണ് എനിക്ക് ചേട്ടൻ്റെ അടുത്ത് കൂടുതൽ സ്നേഹം തോന്നിയത്. ഏതവള്? നിങ്ങളെ കണ്ട് നന്ദി പറയാൻ വന്നത്. വീട്ടിലാണ് ഞാൻ വന്ന് കയറിയത്. എന്തോന്ന് പറഞ്ഞ? ഈ ചെറ്റ വീടാണ് നീ എന്നെ വലിച്ചു കയറ്റിയത്. ഞാൻ അപ്പോഴേ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, നീ ഇത്രയും പുകഴ്ത്താൻ ആളുടെ വീട് ഇതല്ല നിനക്ക് വീട് മാറിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിനാണ് ആ വൃത്തിയുടെ വേണ്ടത്. 5000 രൂപ എനിക്ക് തരാന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് പുകഴ്ത്തിരിക്കാൻ പറഞ്ഞു. 5000 10,000 എന്തൊക്കെ പറയണേ കൊച്ചി? അല്ല ആരിത് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇവളെന്തോന്ന് പറയുന്നത്? നിനക്ക് എന്നെ അറിഞ്ഞൂടെ? ഈ മുഖത്ത് നിനക്ക് എന്നെ അറിഞ്ഞൂടാ?
കള്ളറബിൾ അടിച്ചപ്പോഴും നീരാകും. പറ മനുഷ്യ, ആരിത്? പഴയ കഥ 3 കൊല്ലം മുമ്പ്. ഇപ്പൊ അത് തന്നെ. 3 കൊല്ലം മുമ്പ്? ഒരു 3 കൊല്ലത്തിന് മുമ്പ് നീ ഇത് കേക്ക്. ഞാനതല്ല ആലോചിക്കും. എന്തോ ആലോചിക്കണേ? ഒരു പെമ്പിളാരെ മൂത്തോക്കത്ത ഞാൻ എങ്ങനെ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്നാണ്. അതാണ് നിർത്തരുത്. ഈ ഡയലോഗല്ലേ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു തരൂ? ഇതിനാണ് നീ എന്റെ അടുത്തും പറഞ്ഞത്. എനിക്കിതേ അറിയാവൂ. എടോ എടാ ലാലു, ഇതിനാണോ നിനക്ക് ഞാൻ 10,000 രൂപ എവിടെ ഇറക്കാനാ തന്നത്? അല്ല 5,000 രൂപ കമ്മീഷൻ കൊടുത്തല്ലേ, നിനക്ക് ഞാൻ തരാം. കമ്മീഷൻ എടുത്താവേ. അവ എന്റെ പട്ടക്കാരല്ലേ. നീ രണ്ടര കൊണ്ടല്ലോ. നിർത്ത്. ബാക്കി പറ. ബാക്കി പറഞ്ഞുതരാം. മോളെ, വേറൊരു കാര്യം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുവാ? ഈയിടെയായിട്ട് ഞാൻ ഷർട്ടിന്റെ ബട്ടൺ ഇല്ല. അത് ശരിയാണല്ലോ. എന്താണെന്നറിയാമോ? എന്തുവാ? എന്റെ ഹൃദയത്തിൽ മൊത്തം നീയാണ്. ഞാൻ ബട്ടൺ അടച്ചിട്ടാ മോക്ക് ചൂടെടുക്കില്ലേ? ചൂടെടുക്കാതിരിക്കാനാണോ തുറന്നിട്ടേ? കാറ്റ് കൊള്ളാൻ വേണ്ടിയാണ്, നിനക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ തുറന്നത്. തരട്ടെ. തണുപ്പുണ്ടോ? എനിക്ക് വയ്യ. സത്യം, ഒരു മനുഷ്യൻ ജനിക്കാൻ എത്ര മാസം വേണം? 10 മാസം വേണം. പക്ഷെ ഞാൻ 7 മാസം ജനിച്ചു. അതെന്ത്? നീ നേരത്തെ ജനിച്ച് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, നീ എപ്പോ വരുമെന്ന്. ശരിയാണ്. ഭയങ്കര വെയിറ്റിംഗ്. ചേട്ടാ, നമ്മുടെ ഈ ആകാശത്തുണ്ടല്ലോ കുറേ നക്ഷത്രം ഇല്ലേ? പിന്നെ പക്ഷെ ഒരേ ഒരു ചന്ദ്രനേ ഉള്ളൂ. മറ്റേ കടയിട്ടിരിക്കുന്ന ചന്ദ്രൻ. ഏതാ ചന്ദ്രൻ? അല്ല, അവിടെ നിങ്ങളുണ്ടല്ല ഇച്ചിരി റൊമാൻറ്റിക് പറയുമ്പോ ശ്രദ്ധ. ആ ചന്ദ്രനൊന്നും അല്ല. പിന്നെ ആകാശത്ത് ഇത്രയും നക്ഷത്രമുള്ള ഒരു ചന്ദ്രനേ ഉള്ളൂ. എനിക്കും അങ്ങനെ. എന്റെ മനസ്സിൽ എന്റെ ചേട്ടൻ മാത്രമേ ഉള്ളൂ. നമ്മളെന്ത് ലക്കിയായി. സത്യം. പക്ഷെ വേറെ കാര്യം, ഈടായിട്ട് ഞാൻ ചായയിൽ പഞ്ചസാര ഉപയോഗിക്കാറേയില്ല. എന്ത് ഷുഗർ ഉണ്ടോ? ഷുഗറിന്റെ അല്ല, പിന്നെ നിന്നെ പറ്റിയുള്ള ഓർമ്മകൾ ആലോചിക്കുമ്പോൾ എന്തിനാടി പഞ്ചസാര? എനിക്ക് വയ്യ. നിന്നെ ആലോചിച്ച ഏത് കയ്പുള്ള സാധനം ഞാൻ കുടിക്കും. പിന്നെ ഞാൻ പെട്രോൾ എടുത്ത് കുടിക്കാൻ പറ്റും. അയ്യോ, കത്തിപ്പോ ചുപ്പാരി. ഇല്ല, ഞാൻ കുടിക്കില്ല. മോളകത്തിരിക്കില്ല, പിന്നെ ഞാൻ കുടിക്കും. ചേട്ടാ, എന്റെ അച്ഛനമ്മയ്ക്ക് ഉണ്ടല്ലോ 3 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടായത്. എന്തൊരു അച്ഛനും വല്ല കംപ്ലൈന്റ് ഉണ്ടോ? ഡോക്ടറെ കാണിച്ചില്ലേ? നിങ്ങളുണ്ടല്ലേ എന്റെ ചേട്ടൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ. എനിക്ക് വേണ്ടി. എനിക്ക് തോന്നുന്ന കർത്തവ്യം നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലക്കി ഇട്ടിരിക്കുമ്പോഴേട്ടാ നമ്മുടെ കൊച്ചിന് ലക്കി എന്ന് പേരിട്ടാലോ. പെങ്കൊച്ചാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മളെ കൊച്ചിന് ലക്കീസ്. യെസ് ചേട്ടാ, കൊറേ പേര് പറയുന്നത് എനിക്കാണെങ്കിൽ മനസാക്ഷി ഇല്ല. ആര് പറഞ്ഞ? അത് ഏവൻ പറഞ്ഞ? ഇപ്പൊ ഞാൻ അവനെ വിട്ടുമല്ല, ഞാൻ അവനെ ചെന്നിട്ട് എന്റെ കൂട്ടുകാരൊക്കെ പറയും. കൂട്ടുകാരാ ആൻ തോറ്റി മനസാക്ഷി ഇല്ലെന്ന് പറയാൻ കാരണം ഇല്ലാത്ത വേറൊന്നുമല്ല, എന്റെ മനസ്സ് മൊത്തം ചേട്ടനല്ലേ. പിന്നെ എങ്ങനെ എനിക്ക് നാട്ടുകാർ പറഞ്ഞ മനസാക്ഷി ഉണ്ടാവാം? ഭയങ്കര ലക്കിയല്ലേ? അവളെ ലക്കിയാണ്. എനിക്ക് വയ്യ. അപ്പുറത്ത് ആളിരിക്കണം, അല്ലെങ്കിൽ ഒരു കിസ് കയറായിരുന്നു. ചേട്ടാ വേണ്ട, ചുമ്മാ നോ. അയ്യോ, ഞാൻ പോണേ. നിങ്ങൾ വീഴല്ലേ? പച്ചവെള്ളം. അയ്യോ, പച്ചവെള്ളമല്ല മക്കളെ, നിനക്ക് ചൂടുവെള്ളം തിളപ്പിച്ചോറ്റിച്ച് ശുദ്ധജലം. നിനക്കറിഞ്ഞല്ലേ ആ കഥ? എടീ, എന്നെ ഒരു ഗ്ലാസ് തണുത്തവിടെ ഒരു കടയിൽ നിന്ന് പോലും വാങ്ങിച്ചു കുടിക്കാൻ സമ്മതിക്കില്ല. അറിയാം, എന്നെ പ്രേമിച്ച് നടന്ന സമയത്ത് വീട്ടിൽ നിന്ന് നല്ല തണുത്ത വെള്ളം കലത്തി വെച്ച് തിളപ്പിച്ച് ചൂടാക്കി കുപ്പിയിലാക്കി കൊണ്ട് തരും എനിക്ക് കുടിക്കാൻ. എന്തൊരു ഒലിപ്പീരായിരുന്നടാ. അതെന്തോന്ന് കഥ? അത് പറയും. നിനക്ക് ഞാൻ പറയാ കഥ എന്താണെന്ന്. ചേട്ടോ ചേട്ടാ ആരുമില്ല. ചേട്ടാ, എന്തോന്നു അടുത്ത എന്തിനാ സംശയം ചോദിക്കാനാണ്? സംശയമൊന്നുമല്ല. വെള്ളം തയ്ക്കണം, നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം. എവിടെ? ദോണ്ടാക്കി അച്ഛനെ കുളിക്ക് സർബത്ത് കടണ്ട. എടി ചുമ്മാരി, അതൊക്കെ വൃത്തിയായിട്ട വെള്ളമാണ്, അതൊന്നും വാങ്ങിച്ച് കുടിക്കരുത്. ഞാൻ താണ്ട നല്ല തിളപ്പിച്ച് ആറ്റിയ വെള്ളമുണ്ട്, എല്ലാം ക്ലിയർ ആണ്. ഇതിലുള്ള ആണുങ്ങൾ മൊത്തം പോയി. നമുക്ക് ഹെൽത്ത് ഓക്കെ ആയിരിക്കും. ഇതേ കുടിക്കാവും. ഞാനല്ലേ കുടിക്കുന്നത്. അണുക്കൾ ചാവും അല്ലേ? ചത്ത അണുക്കൾ എവിടെ ഏട്ടാ? അതതിനകത്ത് തന്നെ കാണും. പക്ഷെ അതിനെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് ചത്തുമില്ലേ. തിളപ്പിച്ചപ്പോ വെള്ളത്തിൽ ചത്തുവല്ലേ? ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന്. ഒരു കാര്യം പറയട്ടാ, അടുത്തതൊന്നും ചെയ്യും. സംശയമല്ല, പറ. ചത്ത അണുക്കൾ ഇതിനകത്ത് കാണും. അതിനകത്ത് കാണും. അതിനകത്ത് നഴുകൂലേ? ഇപ്പൊ നമുക്ക് അസുഖം വരൂലേ? ഇത് പറഞ്ഞു പറഞ്ഞ് ഇങ്ങോട്ട് കയറിപ്പോണ ഇത് ശവത്തിന്റെ വെള്ളം അതാണ് നിങ്ങൾ കുടിച്ചോണ്ടിരിക്കണത്. ആണോ? അപ്പൊ ഞാൻ ഡെയിലി ഇതാണ് കുടിച്ചോണ്ടിരിക്കുന്നത്. എന്റെ വേറെന്താ ശ്മശാനോ? ആലോചിച്ചോക്കേട്ടാ, ഞാൻ പറഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്. എന്റെ സംശയത്തിനും കാര്യമുണ്ട് കേട്ടോ. ചൂടുവെള്ളം അല്ല പച്ചവെള്ളം തിളപ്പിച്ചപ്പോ നമ്മൾ അതിന്റെ തരുന്ന സാധനങ്ങളൊക്കെ ചത്തുപോയി. അപ്പൊ അത് ആ വെള്ളത്തിനകത്തല്ലേ കിടക്കുന്നത്? ഇനി ഞാൻ കുടിക്കൂലോ ചൂടുവെള്ളം. ഇനി കുടിക്കൂലോ. അപ്പൊ കുടിക്ക് സർബത്ത് കുടിക്കാൻ സർവത്ത്. അതാണ് നീ ദൈവം സംശയം പറയല്ലേ. ഇല്ല. ആ കടയിൽ പോണ്ട, നമുക്ക് ഈ കടയിൽ പോകാം. വാങ്ങിച്ചു തരുമോ? വാങ്ങിച്ചു തരാം. ഉറപ്പ്? നീ സംശയം ചോദിക്കായിരുന്നാ മതി. ഞാൻ സംശയം ചോദിക്കട്ടാ. അടുത്തത്
സിമ്പിളാ. പറ 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 എന്റെ സംശയം. എന്തര് ചേട്ടാ, ഓ കുട്ടി സംശയം. പറ 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 പെട്ടെന്ന് വരും പെട്ടെന്ന് വരും. അതെ, നമ്മളൊക്കെ കട്ടില് കിടന്നല്ലേ ഉറങ്ങുന്നത്? ഓ അല്ലേ? നിങ്ങളുണ്ടാ കിളീന് വയ്ക്കാണ്. അതെന്തേട്ടാ അവിടെ അങ്ങനെ ഇരുന്നുറങ്ങണത്? കഴപ്പ് ഏ? എന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി എൻ്റെ കഴപ്പ്. കഴപ്പാ? അല്ലെങ്കിൽ ഒരു കൂടുണ്ട്, അതിനകത്ത് നടന്ന് ഉറങ്ങിക്കൂടെ? വെറുതെ ഇവക്ക് ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് ഉറങ്ങണമെങ്കിൽ എൻ്റെ കഴപ്പ്. നീ നിനക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അറിയാവാടി. നീ നേരത്തെ എന്തോന്ന് പറഞ്ഞ? കുളിക്ക് സർബത്ത്. അവിടെ ചെന്ന് ഈ കുലുക്കൺ എന്തിനാണെന്ന് മാത്രം ചോദിക്കല്ലേ. എൻ്റെ കാട്ടിൻ്റെ ഇടയിൽ കയറി പാദത്തിൽ എന്തിനും നിനക്ക് സംശയം മാത്രമേ ഉള്ളൂ. ആ ഇങ്ങോട്ട് നിങ്ങൾ അതിനല്ലേ വെച്ചിരിക്കണത്? മതി 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 മതി. ഇനി എന്നെ താങ്ങാനുള്ള കരുത്ത് എൻ്റെ ഗീതുവിനില്ല. അല്ലേ ഗീതു? മതിയെന്നോ? ബാക്കി പറയാം അങ്ങോട്ട്. എടാ നിന്നുണ്ടല്ലോ ഈ കഥ ഇത്ര നല്ല ഇനിയുണ്ട്. എന്നെ പൊന്നു പോലെ സ്നേഹിച്ച് ഞാനത് വിശ്വസിച്ച് സിൻസിയറാന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ജീവന തുല്യം സ്നേഹിച്ചടി. സ്നേഹിച്ച് അവൻ ലാസ്റ്റ് എനിക്കിട്ട് തന്ന പണി എന്താന്ന് നിനക്ക് അറിയോടി? എടാ ഒരു കാലത്ത് ഞാൻ മറക്കൂല അസത്തെ. ഞാനും. എടാ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എനിക്കറിയില്ലടി, എന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കും അറിയത്തില്ല നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന്. ഈ അച്ഛനമ്മ എന്തിനാ നമ്മൾ കല്യാണം കഴിയണമെന്ന് പറയുമ്പോൾ ഇത്ര വാശി പിടിക്കുന്നവർ? എന്തിനാടി? എടാ നമുക്ക് ലിവിങ് ടുഗദർ ജീവിച്ചാലോ? എൻ്റെ അച്ഛനമ്മയും തറവാട്ടി പറഞ്ഞവരാ. അവർ ലിവിങ് ടുഗദറായിട്ടാണ് ജീവിച്ചത്. ഞാനും അങ്ങനെ അവർക്ക് ഈഗോ അടിക്കും. അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കില്ല. പക്ഷേ നമ്മളെ കല്യാണം കഴിക്കാനല്ലേ സമ്മതിക്കാത്തുള്ളൂ. നമ്മൾ ഒരുമിച്ച് മരിക്കാൻ അവരുടെ അനുവാദം വേണ്ടല്ലോ. നമുക്ക് മരിക്കാം. നമ്മളെന്ത് സിൻസിയറായിട്ട് പ്രേമിക്കുന്ന നിനക്ക് അറിയാലോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വപ്നം കണ്ടത് നമ്മള്. നീ എന്ത് ഈസി ആയിട്ട് പറഞ്ഞ മരിക്കാന്ന്? നമുക്കത് വിധിച്ചിട്ടില്ല. മരിച്ച് നമ്മൾ സ്വർഗത്ത് പോയിട്ട് നമ്മൾ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആകാശത്ത് നിൽക്കുന്ന എൻ്റെ അച്ഛൻ കാണണം. പിന്നെ അങ്ങനെ കാണാൻ വേണ്ടി നമ്മൾ ചാവേണ്ട കാര്യമൊന്നും ഇല്ല. നിനക്ക് നമുക്ക് ജീവിക്കാടാ. നീ എന്തോ ഈ പറയുന്നത്? ഇല്ല, എൻ്റെ അച്ഛൻ്റെ മുമ്പ് എനിക്ക് ജയിക്കണം. ഞാൻ മരിച്ച് കാണിക്കും. ഞാൻ ഉറപ്പായിട്ടും മരിച്ച് കാണിക്കും. അതെ, എല്ലാം ഞാൻ മോക്കി എന്നിട്ടേ കുടിക്കാറുള്ളൂ. ഇതും നീ ആദ്യം കുടിച്ചിട്ട് എനിക്ക് തന്നാൽ മതി. എന്നിട്ട് നമുക്ക് നക്ഷത്രങ്ങളായിട്ട് എന്ന് നമ്മളെ വീട്ടുകാരെ നോക്കി ചിരിക്കണം. കുടി. നീ ഇത് ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എനിക്കിനി ചിന്തിക്കല്ല, നീ കുടിച്ചോ. എന്താ മധുരമാണോ കയ്പാണോ? നല്ല കയ്പെന്നല്ലേ പറഞ്ഞത്? നീ കയ്പ് ഇഷ്ടമല്ല, എനിക്ക് മധുരമാണ് ഇഷ്ടം. കയ്പ് ഞാൻ കുടിക്കൂല. ഞാനൊക്കെ അറിഞ്ഞൂടാ ഞാൻ കയ്പ് കുടിക്കൂലെന്ന്. അതാണ് ഭയങ്കര കയ്പ്. നീ ഇങ്ങനെ കൂടെ ആക്കുമ്പോ എനിക്ക് കുടിക്കാൻ ഛർദ്ദിക്കാൻ പറഞ്ഞു. നിനക്ക് വേറെ തളച്ചൊന്നുമില്ലേ? ഒന്നുമില്ലേ? ഡ്യൂപ്ലിക്കേറ്റ് സാധാരണ തളച്ച വരേണ്ട സമയമല്ല. 1 2 3 4 5 നക്ഷത്രം 1. ഇനി വേണം അടുത്ത വല്ലതിനെ നോക്കാൻ. എടി അങ്ങനെ ഒരാഴ്ച ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കിടന്ന് എന്റെ വയറ് കഴിയാൻ വേണ്ടി ആ നേരം കൊണ്ട് ഈ പന്നി മുങ്ങിയതാണ്. പിന്നെ അവൻ ഇപ്പഴാ പൊങ്ങണത്. അവിടെ പോകാൻ പറ. ഉച്ചക്ക് എന്തിനു മോളെ കഴിക്കേ?